ധന്യ ഇപ്പോൾ ആളൂർ കഴിഞ്ഞ ദിവസം മരിച്ചല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിഷയുടെ അമ്മ ആളൂരിനെതിരെയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ഈ ആളൂർ മരിച്ചതിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇന്നലെ മുഴുവൻ ആ കാലമാടൻ പോയല്ലോ, ആ കാലമാടൻ പിന്നെ എന്തുണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഇല്ല, ഇനി 6 അടി മണ്ണിൽ തന്നെയല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഒരു മരണപ്പെട്ട വ്യക്തിയെ ഏത് തരത്തിൽ നമുക്ക് അധിക്ഷേപിക്കാൻ കഴിയുന്നോ അതിൻ്റെ അങ്ങേയറ്റത്തെ അധിക്ഷേപവുമായിട്ടാണ് ആളുകൾ എത്തിയത്. ഇപ്പോൾ മരണപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ വാഴ്ത്തപ്പെട്ടവനാകുന്നില്ല എന്നുള്ളതാണ്. ആളൂര് പിന്നെ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച ഒരു വക്കീലാണ്. അയാളുടെ ജോലി ചെയ്തു എന്നേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നുള്ളൂ. ഇവിടെ എത്രയോ പേര് അഴിമതിയും കൊലയും ബലാത്സംഗവും പീഡനവും ഒക്കെ നടത്തിയിട്ട് ഒരു കൂസലും ഇല്ലാതെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഒരു 15-കാരിയായ ഒരു പെൺകുട്ടിയെ പിടിപ്പിച്ച ഒരു 60 വയസ്സ് അതിനകത്ത് വരും ഒരാൾ പോലീസിൻ്റെ മുന്നിൽ വെച്ച് പത്രക്കാരോട് ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ എന്നോട് ചോദിക്കാനെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന്. അങ്ങനെ അതാണ് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ. അവരോടൊന്നും നമുക്കൊരു പ്രശ്നങ്ങളില്ല, ഒരു ഒരു കുഴപ്പം ഒന്നുമില്ല. പക്ഷേ ഈ ആളൂരിനെ പോലുള്ളവരൊക്കെ ഇവ പ്രതിഭാഗത്തിന് നീതി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തോ ആവട്ടെ. ഇപ്പോൾ നമ്മൾ ആളൂരൊക്കെ ഗോവിന്ദചാമിയുടെയും അമീർ ഉൽ ഇസ്ലാമിൻ്റെയും ഒക്കെ കേസ് വരുമ്പോൾ നമ്മളൊക്കെ ചോദിക്കുന്നത് ആരാണ് ഇവരുടെയൊക്കെ പിന്നിൽ നിന്ന് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഈ ആളൂരിനെ വയ്ക്കാനായിട്ട് ഇവർക്ക് എങ്ങനെയാണ് പണം എന്നൊക്കെ അതൊക്കെ പുറത്തു വരേണ്ടതാണ്. പക്ഷെ ഇനി വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആളൂര് പോകേണ്ടടുത്ത് പോയി വൃക്ക സംബന്ധമായ രോഗം കാരണം അദ്ദേഹം ലിസി ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു. പക്ഷേ ഞാനും ബിനുവും വർക്ക് ചെയ്ത ഒരു സ്ഥാപനമുണ്ട്, ഒരു ഓൺലൈൻ മീഡിയ ഉണ്ട്. അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ഈ ആളൂരിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം ബിനുവിന് അറിയാലോ. അപ്പോൾ ആ സമയത്ത് ആളൂർ എന്നോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ ചോദിച്ചിട്ടുണ്ട്, ഈ പ്രതികൾക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇരകൾക്കൊപ്പം നിൽക്കാതെ ഈ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാട് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഞാൻ പഠിച്ച പുസ്തകത്തിൽ ഇരകൾക്ക് വേണ്ടി മാത്രമല്ല വേട്ടക്കാരന് വേണ്ടിയും വാദിക്കാൻ അർഹതയുണ്ട്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാനൊരു ക്രിമിനൽ വക്കീലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ജോലി ചെയ്യുമ്പോൾ ആരെ കൂടെ നിൽക്കണം, ആർക്ക് വേണ്ടി വാദിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അപ്പോൾ അത് സമൂഹം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇന്നലെ സൗമ്യയുടെ അമ്മ പറയുന്നു, ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു, അതായത് ഇദ്ദേഹം തീർന്നു, അതായിരുന്നു അവരുടെ ആഗ്രഹം. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം അവരുടെ മകളെ ഇല്ലാതാക്കിയവനെ, അവരുടെ മകളെ അതിക്രൂരമായി ഉപദ്രവിച്ചില്ലാതാക്കിയവനെ മരണശിക്ഷയിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് എത്തിച്ച ആളാണ് ആളൂര്. സ്വാഭാവികമായിട്ടും ഒരു അമ്മയുടെ വേദന അത് കാണാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പെരുമ്പാവൂരിലെ ജിഷയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോഴാണ് ആളൂര് പറഞ്ഞത്, ജിഷയുടെ കേസിൽ അമീർ ഉൽ ഇസ്ലാം അല്ല പ്രതി. ഒരുപക്ഷെ ഈ ആളൂർ ജീവിച്ചിരുന്നുവെങ്കിൽ അമീറിനെ അദ്ദേഹം രക്ഷപ്പെടുത്തുകയും ചെയ്തനെ. കാരണം അമീർ അല്ല പ്രതി എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ആളൂരിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ 5 കോടി വരെ നഷ്ടപരിഹാരം അമീറിന് വാങ്ങിക്കൊടുക്കും എന്നാണ് ആളൂര് പറഞ്ഞത്. എന്നെ കൂടെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന്റെ തെളിവൊക്കെ ആ ചാനല് കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടിരുന്നു. ആ ചാനല് ആ വാർത്ത എടുത്ത് പ്രേക്ഷകരുടെ മുന്നിലൊക്കെ എത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആളൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്നലെ സന്ദീപ് വാര്യർ ഇട്ട പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരാൾ മരിക്കുമ്പോൾ ഇത്രത്തോളം സ്മൈലി കിട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും. ഈ ദുഷ്ടന്മാരെ പന പോലെ വളർത്തു എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അത്ര ദുഷ്ടനല്ലാത്തോണ്ടായിരിക്കും അദ്ദേഹത്തെ പെട്ടെന്ന് ദൈവം വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? ഇപ്പോ ചെയ്തു. അല്ല, പിന്നെ ആരാണ് നല്ലവർ? കട്ടും കോടികൾ ഉണ്ടാക്കിയും സ്വന്തം മക്കളുടെ ജീവിതം നന്നാക്കാനും പോക്കറ്റ് നിറയ്ക്കാനും അവനവൻ്റെ കുടുംബം നന്നാക്കാനും വേണ്ടി രാഷ്ട്രീയം ഒന്നും പറഞ്ഞ് ഇറങ്ങുന്നവന്മാർ മരിക്കുമ്പോൾ നമ്മൾ വിലാപയാത്ര നടത്തുന്നു. നമ്മൾ ഇതിനെയൊക്കെ കൊണ്ട് ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് കുറേ പണം അതിൻ്റെ പേരിൽ ചിലവാക്കി നമ്മൾ നടത്തുന്നു. ഇവന്മാരൊക്കെ നല്ലവന്മാരാണോ? ഇവന്മാരൊക്കെ ചെയ്ത എത്ര കാര്യങ്ങൾ ഇവിടെയുണ്ട്. പണ്ട് ഷാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് മരണപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഷാരി. അവളെ VS കാണാൻ പോയപ്പോഴാണെന്ന് തോന്നുന്നു ഒരു VIP-യുടെ പേര് എന്തോ പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ ബിനുവിനത്? പിന്നീട് അവൾ മരണത്തിലേക്ക് കീഴടങ്ങുകയും ചെയ്തു. അപ്പോൾ അത്തരക്കാരൊക്കെ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ വിലസുമ്പോൾ അതിലപ്പുറം ഒന്നും ആളൂർ ചെയ്തിട്ടില്ല. ആളൂർ ആരെയൊന്നും കക്കാൻ പോയിട്ടില്ല, മോഷ്ടിക്കാൻ പോയിട്ടില്ല,
ആരുടെ വീട് കുത്തി തുറന്നിട്ടില്ല, ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല, പിന്നെ കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ബലാത്സംഗ കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ ജോലി കൃത്യമായി ചെയ്തു എന്നുള്ളതാണ്. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഇന്ന് വലിയ വർത്താനം പറയുന്നു. എത്ര പേർക്ക് യോഗ്യതയുണ്ട്? എല്ലാവരും അവനവന്റെ പക്ഷം പിടിച്ച് അവനവന്റെ രാഷ്ട്രീയത്തെ പിന്താങ്ങിക്കൊണ്ടുമാണ് ജോലി ചെയ്യുന്നത്. പലരും പലരുടെയും ജീവിതം നശിപ്പിച്ചിട്ടില്ല. ഇവിടുത്തെ ഒരാൾക്കും ആരെയും കുറ്റം പറയാനുള്ള അർഹതയില്ല. കുറേ പേരുടെ ജീവിതം നശിപ്പിച്ചിട്ട് വലിയ മാന്യതയുടെ മുഖം മൂടി ചമഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. കുറേ പേരല്ലാതെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുന്നു. അതിൻ്റെ പേരിൽ നമ്മൾ ക്രൂശിക്കപ്പെട്ട, ഇപ്പോൾ ഞാനൊരു വാർത്ത ചെയ്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീ വളരെ മോശമായാണ് എന്നെ, വളരെ മോശം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ പറയേണ്ടതിൻ്റെ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ്. പലരും എന്നോട് ആ വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവർക്കെതിരെ പരാതി കൊടുക്കണം, ഇത് ഇതാക്കരുത്. കാരണം ഇത് നിങ്ങൾ പരാതിയുമായി പോയാൽ തീർച്ചയായിട്ടും ആ സ്ത്രീയുടെ ചാനൽ അടക്കം പൂട്ടിപ്പോവും. അപ്പം ഞാൻ കരുതി അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. കാരണം എന്നെ കൊണ്ട് ഒരു ദിവസം അവർക്ക് അന്നം തിന്നാൻ കഴിഞ്ഞുവെങ്കിൽ, 1 രൂപ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് എൻ്റെ വിജയമാണ്. എന്നെ വെച്ച് തിന്നോട്ടെ. അവരവരുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. തീറ്റയാണ്, അത്രേ ഉള്ളൂ. നാമാശയം അങ്ങനെ എന്താ പറയുമല്ലോ, അന്നമാണല്ലോ എല്ലാവർക്കും, അന്നത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഇതൊക്കെ. ഒരാളെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലെങ്കിലും നമ്മൾ ഈ പറയുന്നത് അന്നത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് പറഞ്ഞ് അവരവരുടെ പണി ചെയ്ത് അത് കണ്ടെത്തുകയാണെങ്കിൽ അവർ ജീവിക്കട്ടെ, ഞാൻ എൻ്റെ പണി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളൂരിനെ സംബന്ധിച്ചിടത്തോളം ആളൂരിനെ ആരും നമ്മൾ വാഴ്ത്തപ്പെട്ടവനാക്കുന്നില്ല. ആളൂർ സ്വർഗത്തിൽ പൊക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ സൗമ്യയുടെ അമ്മയോടൊപ്പം തന്നെയാണ്, ജിഷയുടെ അമ്മയോടൊപ്പം തന്നെയാണ്, എല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇരകൾക്കൊപ്പം തന്നെയാണ്, വേട്ടക്കാർക്കൊപ്പം അല്ല. പക്ഷേ വേട്ടക്കാർക്കൊപ്പം നിന്നത് അയാളുടെ ജോലിയാണെന്ന് വേണം ആദ്യം മനസ്സിലാക്കാൻ. അയാളുടെ ജോലി കൃത്യമായി ചെയ്തു, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ ചുമ്മാ കിടന്നിട്ട് അയാൾ ദുഷ്ടനാണ്, അവന് കിട്ടേണ്ടത് എന്നെ കിട്ടി, അവൻ 6 അടി മണ്ണിൽ പോയപ്പോൾ ഈ ഉണ്ടാക്കിയതെല്ലാം കൊണ്ടുപോയോ, അത് അയാളെന്നല്ല, ഈ ലോകത്തുള്ള ആരും പോകുമ്പോൾ എത്ര ദുഷ്ടനായാലും എത്ര നല്ലവനായാലും എത്ര പണക്കാരനായാലും എത്ര പിച്ചക്കാരനായാലും 6 അടി മണ്ണിൽ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. മരിക്കുമ്പോൾ പിന്നെ നമ്മളത് അവരെ ആ രീതിയിൽ അപമാനിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ആക്ഷേപിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം അയാളുടെ ജോലി ചെയ്തു, അതോടൊപ്പം തന്നെ കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ച പല വിഷയങ്ങളിലും പല കൊലപാതകങ്ങളിലും അടക്കം ബലാത്സംഗങ്ങളിലടക്കം അയാൾ പ്രതിക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. പ്രതിക്കൊപ്പം നിന്നു എന്ന് പറയുന്നത് അയാളുടെ ജോലി എന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട തൂക്കിക്കൊല്ലുന്ന ആരാച്ചാർമാർ അവരുടെ ജോലിയല്ലേ ചെയ്യുന്നത്. അത്തരത്തിൽ ഓരോ ജോലിക്കും അതിൻ്റെതായ ഇതുണ്ട്. ഇപ്പോൾ ഓരോ മരണത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് കരുതി ആ കർമ്മം ചെയ്യുന്ന ആൾ മറ്റേ ആളെ കൊന്നതല്ലല്ലോ. അതുപോലെ ഇതിനെയും കണക്കാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മരണം ആരെയും വാഴ്ത്തപ്പെട്ടവരാക്കുന്നില്ല, പക്ഷെ മരണപ്പെട്ടവർ അവനവന്റെ ജോലി ചെയ്തതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടരുത്.